പക്ഷേ ഇൻവെസ്റ്റർ എന്ന് പലപ്പോഴും പറഞ്ഞ കാര്യം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ആൾക്കാർ SIP പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്ററായിട്ട് കൂട്ടണം. അതൊന്നും SIP അതല്ല ഇൻവെസ്റ്റർ കൾച്ചർ എന്ന് വെച്ചാൽ. ഇൻവെസ്റ്റർ എന്ന് വെച്ചാൽ യു ആർ പുട്ടിങ് ദാറ്റ് മണി ടു എൻഷുർ. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് മോള് ചോദിച്ചു, അച്ഛാ എനിക്കൊരു മണി അഡ്വൈസ് തരാൻ പറഞ്ഞപ്പോൾ ഞാൻ മോളോട് വെറുതെ അപ്പം തോന്നിയത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മോൾക്ക് കിട്ടുന്ന എല്ലാ പൈസയും മോള് സേവ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രം എടുത്തിട്ട് മോൾക്ക് എന്താണ് വാങ്ങേണ്ടത് വെച്ചാൽ വാങ്ങും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോൾക്ക് ഐഫോൺ വാങ്ങാം, ഇത് വാങ്ങാം, അത് വാങ്ങാം. But that iPhone should come from your profit. അപ്പോൾ മോൾ പറഞ്ഞു this is good. I think I should follow this. But you have to wait, അല്ലേ? You have to wait patiently. Yeah, patiently wait. And you don't have to wait too much also for this. നിങ്ങൾ on a regular basis you are investing. I think in next 1 year or 2 year onwards you will get that fruit. Exactly. അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് എടുത്തിട്ട് ഈവൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് ഒരു ഐഫോൺ വാങ്ങണം എന്നുള്ള. 1 ലക്ഷം രൂപ വരും. അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് 1 ലക്ഷം രൂപ എത്തിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി വാങ്ങണേക്കാളും ഭേദം 1 ലക്ഷം എത്തിച്ചിട്ട് അധികം ഒരു 10,000 രൂപയ്ക്ക് ഒരു ചെറിയ ഫോൺ വാങ്ങും. ദാറ്റ് മീൻസ് യുവർ അഫോർഡബിലിറ്റി ഈസ് ഓൺലി ദാറ്റ് മച്ച്. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കി 90,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇതേമാതിരി ഈ സെയിം എഫേർട്ട് എടുത്തിട്ട് അതിൽ കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യും. ഒരു 3 കൊല്ലം കഴിയുമ്പോൾ പിന്നെ തുടങ്ങിയിട്ട് എല്ലാ വർഷവും നമുക്ക് വേണമെങ്കിൽ ഫോൺ മാറ്റണമെങ്കിൽ മാറ്റാം, എല്ലാ 3 വർഷം ഐഫോൺ പ്രോഫിറ്റ് എടുത്ത് വേണമെങ്കിൽ വാങ്ങാം. ഇതെല്ലാം നമുക്ക് പറ്റും. എക്സാക്ട്ലി. ആ ഒരു പ്ലാനിങ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം, അല്ലേ? അതെ. ബാങ്കിൽ FDs ഇടുന്നത് ചിലർ പറയാറുണ്ട് അത് വലിയൊരു മണ്ടത്തരമാണ്, ചിലർ പറയാറുണ്ട് ഒരു സേഫ് ഏരിയ ആണ്. മണ്ടത്തരം എന്ന് പറയാൻ കാര്യം നമ്മൾ അത്രയും ഒരു ഇതുകൊണ്ട് നമ്മളൊരു ബാങ്കിന് കൊടുക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ്, അതായത് നമ്മൾ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുമ്പം വളരെ തുച്ഛമായിട്ടുള്ള ബാങ്കുകാരാണ് വളരുന്നത്, അതൊരു സോ കോൾഡ് സ്കാം ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എന്താണ്? നമുക്ക് എല്ലാവരും വേണം, FD വളരെ നല്ലതാണ്. പക്ഷേ നമുക്ക് എത്രമാത്രം അത് FD വേണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഓരോരുത്തരുടെയും ഓരോ സ്റ്റേജിൽ ആവശ്യങ്ങൾ ഡിഫറൻ്റ് ആണ്. അല്ലാതെ നമുക്കൊരു ലംസം മണി ഉണ്ടെങ്കിൽ അതിൽ എത്ര പെർസെൻറ്റേജ് ഏതിൽ വെക്കണം എന്നുള്ളത് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരാളെടുത്തൊരു കിട്ടുന്ന ശമ്പളം ആ മാസം തന്നെ തീർന്നു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി FDയോ അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടിൽ മാത്രം ഇട്ടിട്ട് ഒരു 6 മാസത്തേക്കുള്ള എക്സ്പെൻസ് അതിൽ മീറ്റ് ചെയ്യുക. അതാണ് എമർജൻസി ഫണ്ട്. അതിന് ഈ FD പോലത്തെ അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടേ പാടുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ പൈസയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്കൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാണ്ട് ഡേ 1 തുടങ്ങിയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ ഒരു സ്മോൾ ക്യാപ്പിൽ അല്ലെങ്കിൽ ഡിഫൻസ് ഫണ്ടിൽ നല്ല റിട്ടേൺ പാസ് പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യലല്ല വേണ്ടത്. അപ്പം ആ ഒരു ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ തന്നെ ഈ ഗുഡ് ഡെറ്റും ബാഡ് ഡെറ്റും ഉണ്ടല്ലോ, ശരിക്കും അതെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ലൈക്ക് ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ സാധാരണക്കാർ അങ്ങനെ ചിന്തിക്കാറില്ലാന്ന് തോന്നുന്നു. ഒരു ലെയ്മാൻ തോട്ട് പ്രോസസ്സിൽ ഡെറ്റ് എന്നുള്ളൊരു ഐഡിയോളജി മാത്രം. എന്ത് സാധനം നമ്മൾ കടമെടുത്ത് വാങ്ങുന്നു അതിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഗുഡ് ഡെറ്റ്. അല്ലെങ്കിൽ ആ വാല്യൂ ഡിപ്രീഷിയേറ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ബാഡ്. ഇപ്പോൾ നമ്മൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ FD ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് ഈ ലോങ് ടേമിൽ പോകുമ്പോൾ ഉള്ളൊരു ലൈക്ക് ഒരു ഇൻഫ്ലേഷൻ അതിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻഫ്ലേഷൻ ഒട്ടും ബീറ്റ് ചെയ്യില്ല FD ബീറ്റ് ചെയ്യില്ല. ഇപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 1 കോടി രൂപ ഉണ്ട്, എനിക്ക് അടുത്ത വർഷം മോളെ കല്യാണം കഴിപ്പിക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് അറിയാം, FDയിൽ ഇട്ടാൽ മതി. അത് തുടരുത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ അടുത്ത കല്യാണത്തിൻ്റെ ടൈമിൽ 20% അടിയിലാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ വി ആർ ഇൻ ട്രബിൾ. അന്ന് എനിക്ക് എൻ്റെ മോളുടെ കല്യാണം നടക്കാൻ പോകുന്നത് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അത് FDയിൽ ഇട്ട് വെക്കണമെന്നില്ല, നേരെ മാർക്കറ്റിലിട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ 1 കോടി ഇട്ടാൽ മതി, അതിൻ്റെ ലാഭം കൊണ്ട് കല്യാണം നടത്താം. ലാഭം കൊണ്ട് മാത്രം, ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ വയ്ക്കാൻ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇൻഫ്ലേഷൻ എവിടെയാണ് സാധാരണക്കാരനെ അഫക്റ്റ് ചെയ്ത് വരുന്നത്? അവൻ്റെ സേവിങ്സിൽ എവിടെയാണ് അത് അഫക്റ്റ് ചെയ്ത്? ഇൻഫ്ലേഷൻ വെച്ചാൽ വളരെ സിമ്പിൾ അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇൻഫ്ലേഷൻ 2 ഇൻഫ്ലേഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ പത്രത്തിൽ കണ്ടഡ് ഇൻഫ്ലേഷൻ, 2 പേഴ്സണൽ ഇൻഫ്ലേഷൻ. ഈ പേഴ്സണൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പേഴ്സണൽ ഇൻഫ്ലേഷൻ പറഞ്ഞില്ല. ഞാൻ ബാംഗ്ലൂർ ആയിരുന്ന ടൈമിൽ കല്യാണത്തിന് മുന്നേ ഞാനൊരു പേയിങ് ഗസ്റ്റായിട്ട് PG ആയിട്ട് താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അന്ന് 2,500 രൂപയാണെന്ന് പറഞ്ഞാൽ എൻ്റെ റെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസം കൊണ്ട് ഫ്ലാറ്റ് എടുത്ത് താമസിച്ച് 15,000 രൂപ റെൻറ്റ്. അതാണ് ഇൻഫ്ലേഷൻ. ഓക്കെ, മനസ്സിലായില്ലേ? അതിനു മുന്നേ ഞാൻ ശാന്തി സാഗർ എന്നൊക്കെ പറഞ്ഞ അവിടെ ഹോട്ടൽ ചെയിനുകളുണ്ട്. അവിടെ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണത് സെയിം ഹോട്ടലിൽ പോയിട്ട് ഇഡ്ഡലിയും സാമ്പാറും കൗണ്ടറിൽ നിന്ന് പറയും, പുറത്തുനിന്ന് കഴിക്കും. വൈഫിനായിട്ട് പിന്നെ പോയപ്പോൾ ആ സെയിം ഹോട്ടലിൽ തന്നെ സെയിം ഇഡ്ഡലി സാമ്പാർ വൈഫ് പറഞ്ഞ് അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല, അകത്ത് കയറി കഴിക്കണം എന്ന് പറഞ്ഞു. AC റൂമിലിരുന്ന് കഴിച്ച്.
ഇഡ്ഡലിയുടെ വില മാറി. ദാറ്റ്സ് കോൾഡ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ് നമുക്ക് നമ്മൾ പഠിച്ചപ്പോൾ BCom മതിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിച്ചപ്പോൾ BBA മതിയായിരുന്നു. എൻ്റെ മോൾക്ക് BBA പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലും വലിയ മൾട്ടിമീഡിയ അല്ലാന്നുണ്ടെങ്കിൽ IAയുടെ കോഴ്സ് പഠിക്കണം. അപ്പോൾ ആ ഫീസ് എത്രയായിരിക്കും? അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് ചിലപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയുള്ള കോളേജിലായിരിക്കും, മോൾക്ക് US പോയി പഠിക്കണമെന്ന്. ദാറ്റ്സ് ഇൻഫ്ലേഷൻ. ഈവൻ ഈ സാധനം നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിലും ഞാൻ പഠിച്ചിരുന്നപ്പോൾ BBAക്ക് ഞാൻ സ്പോർട്സ് കോട്ട് ആയിരുന്നു, 750 രൂപയാണ് ഞാൻ ഇയർലി ഫീസ് കൊടുത്തിരുന്നത്. ആ സാധനം ഇപ്പോൾ കിട്ടുമോ? 750 രൂപ. ദാറ്റ്സ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇതിനെ ബീറ്റ് ചെയ്യാനായിട്ട് FD വളരുമോ? ഞാൻ പറഞ്ഞു ഇന്ന് ഇപ്പോൾ BBAക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 6000 രൂപ 5000 രൂപയാണ് ഗവൺമെൻറ് ഫീസിനേക്ക്. ഞാൻ പറഞ്ഞു എൻ്റെ മോൾക്ക് BBA പഠിക്കണം, 6000 രൂപ FDയിൽ ഇട്ട് വയ്ക്കാം. FD എന്ന് വളരേണ്ട മാത്രം പൈസ വെച്ചിട്ട് എനിക്ക് 10 കൊല്ലം ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് യു നീഡ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ഗ്രോത്ത്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് കാൽക്കുലേഷൻ മസ്റ്റായിട്ടും വേണമല്ലോ ഈ അതിന് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് നടത്തിയിട്ട് ചെയ്യാവൂ. അതിനാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരു അഡ്വൈസ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. നോർമലി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്തരം ചിന്താഗതികളില്ല. എനിക്ക് തോന്നുന്നു ഈവൻ പേഴ്സണൽ ബഡ്ജറ്റ് റൈറ്റ് ഡൗൺ ചെയ്യുന്ന ഒരു ശീലം പോലും കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഏറ്റവും നല്ലത് കൈകൊണ്ട് എഴുതാനെങ്കിൽ കുറച്ച്. ഇപ്പം നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ കാര്യത്തിൽ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞൊരു മൊബൈൽ വാങ്ങണത് ലോൺ എടുത്ത് വാങ്ങുന്നത് ചിലപ്പോൾ ബാഡ് ഡെറ്റ് ആയിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഐഫോൺ വാങ്ങണം, ഇപ്പോൾ ശ്രീജിത്ത് ഐഫോൺ വാങ്ങണം, അതിപ്പോൾ ചിലപ്പോൾ ലോൺ എടുത്ത് വാങ്ങണമെന്നായിരിക്കും. അത് പക്ഷേ ശ്രീജിത്ത് അത് ഉപയോഗിച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ നടത്തണം, എന്നിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി സ്പീക്കിംഗ് ചിലപ്പോൾ ഞാൻ വാങ്ങണ ഐഫോൺ ചിലപ്പോൾ ബാഡ് ഡെറ്റ് ആയിരിക്കും, ഞങ്ങൾ വാങ്ങണ ഐഫോൺ ചിലപ്പോൾ ഗുഡ് ഡെറ്റ് ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ആൻഡ് നീഡ് അല്ലേ, അങ്ങനെ പറയാം. പിന്നെ എനിക്ക് വേറെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പം ഈവൻ നമ്മുടെ നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ് വരുന്നുണ്ടല്ലോ. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു ഇതെന്നുള്ള രീതിയിൽ അവർക്ക് ഒരുപാട് ഇപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും കാണണമെന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മണി മാനേജ്മെൻറ്റ് ഒരു ടിപ്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവരൊരു ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ശരിക്കും ഞങ്ങളെടുത്ത് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുള്ളൂ. ഫസ്റ്റത്തെ കാര്യം വെച്ചാൽ നിങ്ങളും ബിസിനസ്സിന് രണ്ടാണ്. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ. പല ആൾക്കാരുടെയും വിഷയം പറഞ്ഞാൽ ഞാൻ കമ്പനിയുടെ മുതലാളിയല്ലേ, അപ്പോൾ എനിക്ക് കാശ് എപ്പോഴും എടുക്കാമെന്നൊരു തോന്നലുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കമ്പനിയെ സംബന്ധിച്ച് നിങ്ങളൊരു എംപ്ലോയി മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കമ്പനിയുടെ CEO ആയിരിക്കും, MD ആയിരിക്കും, പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് യു ആർ എൻ എംപ്ലോയി. അപ്പോൾ എംപ്ലോയിക്ക് കാശ് എടുക്കാൻ പറ്റുന്ന റൈറ്റ് എന്താ? ശമ്പളം എടുക്കുക. ആ ശമ്പളം എഴുതി വെച്ചിട്ട് കൃത്യമായിട്ട് ശമ്പളം എടുക്കാൻ പറ്റും. അത് ആസ് എ MD നിങ്ങളുടെ റൈറ്റാണ്. ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കണം, അത് കമ്പനിയെ തന്നിരിക്കണം. അത് നിങ്ങൾക്കും കമ്പനിയുടെ ഈ ബന്ധം മനസ്സിലാക്കിയോ അന്ന് രക്ഷപ്പെട്ടു. അതോടൊപ്പം കമ്പനിയോടൊപ്പം ഒരു റവന്യൂ ഉണ്ടാക്കുക, ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കുക, അതിലൊരു റിസർവ് എപ്പോഴും ഉണ്ടാക്കി കാണിക്കുക, അതിലും ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക. ഫസ്റ്റത്തെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു വർഷം കമ്പനിക്ക് ഒരു റവന്യൂ ഒന്നുമില്ലെങ്കിലും ശമ്പളം കൊടുക്കാനുള്ള അല്ലെങ്കിൽ കമ്പനി റൺ ചെയ്യാനുള്ള കാശ് ഉണ്ടാക്കുക. അത് നിങ്ങളുടെ ട്രഷറിയിൽ ഡേ 1 തുടങ്ങി ഉണ്ടാക്കുക. സെയിൽസ് ആണ് ഫസ്റ്റ് ടാർഗറ്റ്. അതേമാതിരി സെക്കൻഡ് ടാർഗറ്റ് വെച്ചാൽ നിങ്ങളുടെ റിസർവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് അല്ല, ഒപ്പത്തിനൊപ്പമുള്ള ടാർഗറ്റ് എന്ന് വെച്ചാൽ അതാണ് കമ്പനി നിലനിൽക്കുള്ളൂ.